ഹലോ, വെൽക്കം ബാക്ക് ടു ആൻലിൻസ് ക്ലാസ്സസ്. അപ്പോൾ നമ്മൾ ഇന്നേ കെമിസ്ട്രി ഒന്നാമത്തെ പാഠമായിട്ടുള്ള സ്ട്രക്ചർ ഓഫ് ആറ്റം പഠിക്കാനാണ് പോകുന്നത്. എല്ലാവരും റെഡിയല്ലേ? നമ്മൾ ഓൾറെഡി നമ്മുടെ സോഷ്യൽ സയൻസിൻ്റെ ഹിസ്റ്ററി ഫസ്റ്റ് ചാപ്റ്റർ ഫുൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ വേഗം പോയി അത് കാണാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ ക്ലാസ്സിൽ കിടക്കുന്നതിന് മുന്നേ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ കുഞ്ഞിക്കാര്യം പറഞ്ഞിട്ട് പോകാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൺലൈൻ ട്യൂഷൻ കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് മന്ത് ഇപ്പോൾ ആവും, ജൂലൈ 1 മുതൽ നമ്മൾ ഓൺലൈൻ ട്യൂഷൻ 3 സബ്ജക്റ്റിനാണ്: ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. അപ്പോൾ ഈ 3 നന്നായി പഠിക്കണ്ടേ നമുക്ക്? അപ്പോൾ നമ്മൾ ട്യൂഷൻ 1 സ്റ്റാർട്ട് ചെയ്യും. വേഗം ജോയിൻ ചെയ്യാം. എന്തായാലും ഫസ്റ്റ് ബാച്ച് 100 പേർക്കായിരിക്കും കേട്ടോ. അപ്പോൾ വേഗം ജോയിൻ ചെയ്യാം. നമ്മുടെ ഫീസ് വരുന്നത് 200 രൂപയാണ്. അപ്പം ജോയിൻ ചെയ്യാം. നമുക്ക് ക്ലാസ് എങ്ങനെയാണെന്ന് കൂടെ ഞാൻ പറയാം. നമുക്ക് ഡെയിലി 1 മണിക്കൂറായിരിക്കും ക്ലാസ് ഉണ്ടായിരിക്കുക. അതിൽ 45 മിനിറ്റ്സ് കണ്ടിന്യൂസ് ലെക്ചർ. അതിനിടയ്ക്ക് നമുക്ക് സംശയം ചോദിക്കാം. എക്സ്ട്രാ നമ്മൾ 15 മിനിറ്റ്സ് നിങ്ങൾക്ക് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ഡൗട്ട് ചോദിക്കാം. അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോട് ചോദിക്കണ്ടേ, നമുക്ക് ചോദിച്ചിട്ട് പഠിക്കാം. നിങ്ങൾ പഠിക്കണ്ടോയെന്ന് എനിക്കറിയണ്ടേ. അപ്പോൾ അതും നമ്മൾ ആ ഒരു ഡെയിലി നമ്മൾ ചെയ്യും. ഓക്കെ, അപ്പോൾ 45 മിനിറ്റ്സ് ലെക്ചർ, 15 മിനിറ്റ്സ് ക്വസ്റ്റ്യൻ ചോദിക്കും, ഡിസ്കഷൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ട്യൂഷൻ ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ജോയിൻ ആവാം കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരൊന്ന് വായിച്ചേ. എന്താണ് ചാപ്റ്ററിൻ്റെ പേര്? സ്ട്രക്ചർ ഓഫ് ആറ്റം അല്ലേ? നമ്മുടെ ആറ്റത്തിൻ്റെ രൂപഘടന എങ്ങനെയാണ്, അതിൻ്റെ രൂപം എങ്ങനെയാണ്, അതെങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ആരാ കണ്ടുപിടിച്ചത്, അതൊക്കെ എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കും. നമ്മൾ കഴിഞ്ഞ കൊല്ലവും ഒക്കെ പഠിച്ചിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ ഒന്നുകൂടെ നമ്മൾ എന്ത് ചെയ്യും, ഡീറ്റെയിൽ ആയിട്ട് ഇത് പഠിക്കും കേട്ടോ. അപ്പോൾ നന്നായി ശ്രദ്ധിച്ചിരിക്കണം. ക്ലാസ് ഞാൻ പറയാറുള്ള പോലെ തന്നെ കൂടുതൽ റഫ് വയ്ക്കുക. അതിൽ ഇമ്പോർട്ടൻ്റ് പറയുന്ന കാര്യങ്ങൾ എഴുതി പഠിക്കുക. ഓക്കെ, കൂടെ പഠിച്ചു പോകട്ടോ. ചാപ്റ്ററിൻ്റെ പേര് ആദ്യം എഴുതിക്കോ, സ്ട്രക്ചർ ഓഫ് ആറ്റം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ഫിഗർ തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ കൊച്ച് ഇവിടെ പറയുന്നുണ്ട്, ഈ കൊച്ച് പറയുന്നുണ്ട് എന്താണ്? ഹേ, ദിസ് ഈസ് ദി ആറ്റം മോഡൽ, റൈറ്റ്? ഈ ഒരു ചെക്കൻ ചോദിക്കുകയാണ്, ഇതൊരു ആറ്റം മോഡൽ അല്ലേ? ഇത് ഇവിടെ കൊടുത്തിരിക്കുന്നത് ആറ്റം മോഡൽ അല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പം ആ കൊച്ച് പറയാണ്, ഇത് ശരി തന്നെയാണ്, ആറ്റം മോഡൽ തന്നെയാണ്. പക്ഷേ ആറ്റത്തിന് ഈ മോഡൽ മാത്രമല്ല, ഇനിയും കുറേ മോഡൽസ് ഉണ്ട് എന്ന് ആ കുട്ടി തിരിച്ച് റിപ്ലൈ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിന്ന് എന്ത് മനസ്സിലാക്കാം നമുക്ക്? ആറ്റത്തിന് ഒരു മോഡൽ ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആറ്റത്തിന് ഒരു ഷേപ്പ് ഉണ്ട്, അതിൻ്റെ രൂപം ഉണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്ക് പഠിക്കണം. അതുപോലെ വേറെയും കുറേ മോഡൽസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ അതേതൊക്കെയാണ് പഠിക്കണ്ടേ? അതൊക്കെയാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ ആദ്യത്തെ ഭാഗത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ക്ലിയർ? അപ്പോൾ ഈ പിക്ചറിൻ്റെ താഴെ എന്തൊക്കെയോ അവർ എഴുതി വെച്ചിട്ടുണ്ട്, ഒന്ന് വായിച്ചേ. ലുക്ക് അറ്റ് ദ പിക്ചർ നോക്കാൻ പറയാണ്. നമ്മൾ ഓൾറെഡി നോക്കിക്കഴിഞ്ഞു അല്ലേ? ഹിയർ ദ സ്റ്റുഡൻസ് ആർ ഡിസ്കസിങ് ദി സ്ട്രക്ചർ ഓഫ് ആറ്റംസ്. ഇവിടെ ആ കുട്ടികൾ എന്ത് ചെയ്യാണ്? ആറ്റത്തിൻ്റെ സ്ട്രക്ചറിനെ പറ്റി, രൂപഘടനയെ പറ്റി ചർച്ച ചെയ്യുകയാണ് അല്ലേ? യെസ്, നമ്മളത് കണ്ടതാണ് അവരെന്താണ് പറഞ്ഞതെന്നൊക്കെ. ക്യാൻ യു ഐഡൻറ്റിഫൈ ദി ആറ്റംസ് ഇൻ ദി സബ്സ്റ്റൻസ് ദാറ്റ് ആർ ഫെമിലിയർ ടു യു? അവർ നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ തന്നാൽ അതിലേതൊക്കെ ആറ്റങ്ങളാണുള്ളത് എന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന്. അപ്പോഴേ അവർ നമുക്ക് ഒരു ബോക്സ് തന്നിട്ടുണ്ട് അല്ലേ? ആ ബോക്സിൽ നമുക്കറിയാവുന്ന കുറച്ച് സാധനങ്ങൾ തന്നിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് അതിലൊക്കെ ഏതൊക്കെ ആറ്റങ്ങളാണ് ഉള്ളത് എന്ന് നമുക്കറിയാമോ എന്ന് നമ്മളോട് ചോദിക്കുകയാണ്. നമുക്ക് കണ്ടുപിടിച്ചാലോ? ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഫിഗേഴ്സും കാണിച്ചു തരാം കേട്ടോ. അത് എല്ലാവരും കാണിച്ചു തരുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഫിഗർ കാണിച്ചു തന്നിട്ട് ഞാൻ പഠിപ്പിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ആദ്യം തന്നിരിക്കുന്നത് ഷുഗറാണ്. എന്താണ് ഷുഗർ? പഞ്ചസാര. അപ്പോൾ പഞ്ചസാര എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, പഞ്ചസാരയുടെ ഓരോ ക്രിസ്റ്റലും ഇല്ലേ, ഓരോ പഞ്ചസാരയുടെ മറ്റേ ക്രിസ്റ്റൽ ഭാഗം എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഘടകം എന്താണ്, അതിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതിൽ നമുക്ക് കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. എന്തൊക്കെയുണ്ട്? കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇതൊക്കെ ഉള്ളത്? നമ്മൾ ഈ ഡെയിലിക്ക് തിന്നുകൊണ്ടിരിക്കുന്ന പഞ്ചസാരയിൽ എന്തൊക്കെയുണ്ടെന്നാണ് പറയുന്നത്?
കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. ഓക്കെ, ഇനി എത്ര കാർബൺ ഉണ്ട്, എത്ര ഹൈഡ്രജൻ ഉണ്ട്, എത്ര ഓക്സിജൻ ഉണ്ട്, അതിൻ്റെ എണ്ണം പഠിക്കണ്ടേ നമുക്ക്? യെസ്, അത് എന്തോരം ഉണ്ട് എന്ന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാനാണ് ഇത്. താഴെ 12 കാർബൺ ഉണ്ട്, 22 ഹൈഡ്രജൻ ഉണ്ട്, 11 ഓക്സിജൻ ഉണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ എഴുതുന്നതിനെ പറയുന്നതാണ് എന്ത്? നമ്മുടെ കെമിക്കൽ ഫോർമുല. നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടുണ്ട് അല്ലേ? യെസ്. അപ്പം കെമിക്കൽ ഫോർമുല എന്ന് വെച്ചാൽ എത്ര കാർബൺ ഉണ്ട്? 12 കാർബൺ ആറ്റം ഉണ്ട്. എത്ര കാർബൺ ആറ്റം ഉണ്ട്? 12 കാർബൺ ആറ്റവും 22 ഹൈഡ്രജൻ ആറ്റവും 11 ഓക്സിജൻ ആറ്റവും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ പറയുമ്പോൾ ഒരു കൺഫ്യൂഷൻ ആയില്ലേ ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ? അപ്പം ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഫിഗർ കാണിച്ചു തരാം കേട്ടോ. നോക്കിയേ, ഇതാണ് നമ്മൾ തിന്നുകൊണ്ടിരിക്കുന്ന പഞ്ചസാര. മനസ്സിലായോ? ഓക്കെ, നമുക്കിതിൽ ഓരോന്നും എണ്ണി നോക്കിയാലോ. ഇത് കാർബൺ ആണ്, കറുത്തത് കാർബൺ ആണ്, ചുവന്നത് ഓക്സിജൻ ആണ്, കുഞ്ഞു കുഞ്ഞിതേ ഈ ബോൾസ് പോലെ ഇരിക്കുന്നതാണ് നമ്മുടെ ഹൈഡ്രജൻ. അത് ഓരോന്നും എണ്ണി നോക്കിയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ദേ അവർ പറയുന്നു കാർബൺ 12 എണ്ണാണെന്ന്. നമുക്ക് എണ്ണി നോക്കിയാലോ. ദേ ഈ കറുപ്പാണ് കേട്ടോ കാർബൺ. എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12. ആ സത്യമാണല്ലേ, 12 എന്തുണ്ട്? കാർബൺ ആറ്റങ്ങളുണ്ട് പഞ്ചസാരയിൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓക്സിജൻ എത്ര ഉണ്ടെന്ന് നോക്കിയാലോ. ഓക്സിജൻ എത്ര ഉണ്ടെന്ന് അവർ പറയുന്നത് നോക്കാം. നമുക്കതേ 11 ഓക്സിജൻ ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. നമുക്ക് നോക്കാം 11 ഉണ്ടോയെന്നതേ. ഇതിൽ ചുവപ്പ് കാണിച്ചിരിക്കുന്നതാണ് ഓക്സിജൻ. നോക്കാം. 1 2 3 4 5 6 7 8 9 10 11. കറക്റ്റ് ആണല്ലേ? 11 എന്തുണ്ട്? ഓക്സിജൻ ആറ്റങ്ങളും ഉണ്ട്. ബാക്കി 22 ഹൈഡ്രജൻ ഉണ്ട്. നിങ്ങൾ എണ്ണി നോക്കിക്കോട്ടെ, എനിക്ക് വയ്യ 22 എണ്ണ. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങൾ ഈ കാണുന്നതാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചസാരയുടെ മോഡൽ അല്ലെങ്കിൽ അതിൻ്റെ രൂപഘടന. ക്ലിയർ ആണോ? യെസ്. അപ്പം നമുക്കിനി അടുത്തത് നോക്കാം. അപ്പം നമുക്ക് അടുത്ത ആളെ പരിചയപ്പെടാം. നമ്മളിപ്പോൾ ഷുഗറിനെ പരിചയപ്പെട്ടു. ഷുഗറിൻ്റെ മോഡൽ മനസ്സിലായി, അതിൽ ആരൊക്കെ ഉണ്ടെന്ന് മനസ്സിലായി ഇല്ലേ? അതിൻ്റെ കെമിക്കൽ ഫോർമുലയും നമ്മൾ പഠിച്ചു. എന്താണ്? ഒന്നുകൂടെ ഞാൻ പറയട്ടെ. ഓക്കെ, ഷുഗറിൽ ആരൊക്കെ ഉണ്ട്? കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. എത്ര എണ്ണം ഉണ്ട്? കാർബൺ 12 എണ്ണം ഉണ്ട്, ഹൈഡ്രജൻ 22 എണ്ണം ഉണ്ട്, ഓക്സിജൻ 11 എണ്ണം ഉണ്ട്. അപ്പോൾ അതിൻ്റെ കെമിക്കൽ ഫോർമുല പറഞ്ഞേ. C12H22O11. പഠിച്ചില്ലേ? C12H22O11. അത് 2-3 വട്ടം പറഞ്ഞാൽ അത് സെറ്റായി. അപ്പോൾ ഷുഗറിനെ എവിടെ കേട്ടാലും നിങ്ങൾക്ക് കെമിക്കൽ ഫോർമുല ഓർമ്മ വരണം. എന്താണ് കെമിക്കൽ ഫോർമുല? C12H22O11. ക്ലിയർ? ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ആളെ പഠിക്കാം. നമ്മുടെ ഗ്ലൂക്കോസ്. നിങ്ങൾ കേട്ടിട്ടില്ലേ ഗ്ലൂക്കോസ് എന്നൊക്കെ? ഓക്കെ, അപ്പം ആദ്യം ഗ്ലൂക്കോസിൽ ആരൊക്കെ ഉണ്ട് എന്ന് പഠിക്കാം. നേരത്തെ അതേ ആൾക്കാരൊക്കെ നമ്മുടെ ഗ്ലൂക്കോസിലും ഉണ്ട്, പക്ഷെ അതിൻ്റെ അളവിൽ വ്യത്യാസമുണ്ട്. എന്താണ്? അളവിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ കാർബൺ ചിലപ്പോൾ ഇതിൽ കുറവായിരിക്കും. അപ്പം എന്താണ്? ഗ്ലൂക്കോസും ഷുഗറും ഒന്നാണോ? അല്ലല്ലോ. ഷുഗറിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ അളവുകളിൽ വ്യത്യാസമുണ്ട്. അപ്പം അതുകൊണ്ട് ഷുഗർ അല്ല ഗ്ലൂക്കോസ് അല്ലേ? യെസ്. പക്ഷെ അതിൽ ആൾക്കാരൊക്കെ ഒന്ന് തന്നെയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷുഗറിൽ ആരൊക്കെ കണ്ടു? കാർബണിനെ കണ്ടു, ഹൈഡ്രജനെ കണ്ടു, ഓക്സിജനെ കണ്ടു. ഗ്ലൂക്കോസിലും ഇതേ 3 പേര് തന്നെയാണുള്ളത്. ആരൊക്കെയാണ്? കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. പക്ഷെ എൻ്റെ അളവ് നോക്കിയേ. എത്ര കാർബൺ ഉണ്ട്? 6 കാർബൺ ഉണ്ട്, 12 ഹൈഡ്രജൻ ഉണ്ട്, 6 ഓക്സിജൻ ഉണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ മോഡൽ കാണണോ? അതിൻ്റെ സ്ട്രക്ചർ കാണണോ ഗ്ലൂക്കോസിൻ്റെ? ഞാൻ കാണിച്ചു തരാം. ദേ ഇതാണ് നമ്മുടെ ഗ്ലൂക്കോസ്. ഇതാണ് ഗ്ലൂക്കോസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതേ കറക്റ്റ് ഇതിൽ കാണുന്നത് എന്താണ്? കാർബൺ ആണ്. എത്ര എണ്ണം നോക്കിയേ? ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് 6 എണ്ണം ഉണ്ടാവും എന്നാണ്. നമുക്ക് നോക്കാം. 1 2 3 4 5 6. കറക്റ്റ് ആണല്ലേ? 6 കാർബൺ ഉണ്ട്. പിന്നെ ടെക്സ്റ്റ് പറയാണ് 6 ഓക്സിജൻ ഉണ്ടാവും. നമുക്ക് എണ്ണി നോക്കാം അല്ലേ? ഇതേ ചുവപ്പാണ് ഓക്സിജൻ. 1 2 3 4 5 6. യെസ്, 6 ഓക്സിജൻ ആറ്റംസ് ഉണ്ട് നമുക്ക് മനസ്സിലായി.
പിന്നെ കാണുന്ന വെള്ള നിറത്തിലുള്ള ബോൾസ് ആണ് നമ്മുടെ ഹൈഡ്രജൻ. അതും എത്ര എണ്ണം ഉണ്ട്? 12 എണ്ണം ഉണ്ട്. നിങ്ങൾക്ക് എണ്ണി നോക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഗ്ലൂക്കോസിൻ്റെ കെമിക്കൽ ഫോർമുലയും മനസ്സിലായി. ഞാൻ ഈ റേഷ്യോ ഇപ്പോൾ പറയാത്തത് നിങ്ങൾക്ക് റേഷ്യോ എഴുതാൻ ചിലവർക്ക് അറിയാം, പക്ഷേ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയണം എന്നില്ല എന്നെനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ റേഷ്യോ എങ്ങനെ എഴുതാം എന്ന് ഞാൻ സെപ്പറേറ്റ് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ആദ്യം ഇത് കേൾക്കുക. ഇനി നമുക്ക് മൂന്നാമത്തെ ആളെന്നെ പഠിച്ചാലോ? അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, നമ്മൾ എല്ലാ ദിവസവും കുടിക്കുന്നതാണ്. എന്താ? വെള്ളം. വെള്ളത്തിൽ ആരൊക്കെയുണ്ട്? വെള്ളത്തിൽ നമ്മുടെ ഹൈഡ്രജനുണ്ട്, ഓക്സിജനുണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ പഠിച്ച കാർബൺ ഉണ്ടോ? ഇല്ല അല്ലേ? 2 ആൾക്കാരാണ് വെള്ളത്തിൽ കാണുന്നത്, ഹൈഡ്രജനും ഓക്സിജനും. ഓക്കെ, അപ്പോൾ ഈ ഫോർമുല കേൾക്കാത്തതായിട്ട് ആരും ഉണ്ടാവില്ല. H2O അല്ലേ? വാട്ടർ, H2O. അതിൻ്റെ അർത്ഥം 2 ഹൈഡ്രജനും ഇതെത്ര ഓക്സിജനാ? ഈ ഓക്സിജന് താഴെ ഒന്നും എഴുതിയിട്ടില്ല. അതിൻ്റെ അർത്ഥം 0 എന്നാണോ? അല്ല, അവിടെ അതിൻ്റെ അർത്ഥം 1 എന്നാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ഓക്സിജൻ ഉണ്ട്. അവിടെ ഒന്നുമില്ലെങ്കിൽ ഓക്സിജൻ ഇടാതിരുന്നാൽ പോരെ? ഓക്കെ, അപ്പോൾ ഇവിടെ ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ ഇതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ 1 എന്നുണ്ട്. അപ്പോൾ 2 ഹൈഡ്രജനും 1 ഓക്സിജനും ഉണ്ട്. ക്ലിയർ അല്ലേ? അപ്പം ഇതാണ് നമ്മുടെ വാട്ടറിൻ്റെ കെമിക്കൽ ഫോർമുല. ക്ലിയർ? നിങ്ങൾക്ക് വാട്ടറിൻ്റെ മോഡൽ കാണണോ? ഇതാണ് നമ്മുടെ വാട്ടറിൻ്റെ മോഡല്. 2 ഹൈഡ്രജൻ ഉണ്ട്, 2 ഹൈഡ്രജൻ ഉണ്ട്, 1 ഓക്സിജൻ ഉണ്ട്. ഓക്കെ, ഇത് ഒരു മോളിക്യൂളാണ്. നമ്മൾ ഒരു തുള്ളി ആണോ കുടിക്കുന്നത്? അപ്പം നമ്മൾ കുറേ വെള്ളം ഒരു കണ്ടെയ്നറിൽ എടുത്തു വെച്ച് എങ്ങനെ ഉണ്ടാവും എന്നറിയോ? അത് ഞാൻ കാണിച്ചു തരാവേ. നോക്കി, നമ്മളൊരു പാത്രത്തിൽ കുറേ വെള്ളം എടുത്തു വെച്ചൊന്നും ഇങ്ങനെ ഉണ്ടാവും. കണ്ടാ? അങ്ങനെ ഒരുപാട് വാട്ടറിൻ്റെ മോളിക്യൂളുകൾ കൂടിച്ചേർന്നിട്ടാണ് വെള്ളം ഉണ്ടാവുന്നത്. ഓക്കെ അല്ലേ? അപ്പം ഞാൻ നിങ്ങൾക്ക് റേഷ്യോ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. റേഷ്യോ നമ്മൾ പറഞ്ഞിട്ടില്ല, അത് നമ്മൾ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് പറയും. ഓക്കെ, അതിന് മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങളെയും പറയാം. ഇതും കൂടി നമുക്ക് പറഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? റേഷ്യോ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, you have seen that the molecules of each substance contains atoms combined in a particular ratio. നിങ്ങളിപ്പോൾ തന്നെ കണ്ടു, നമ്മൾ മോളിക്യൂൾസ് കണ്ടില്ലേ? ഏതൊക്കെ മോളിക്യൂൾസ് കണ്ടു? നമ്മൾ 3 മോളിക്യൂൾസ് കണ്ടു. ഏതൊക്കെയാണ്? നമ്മൾ ഷുഗർ മോളിക്യൂൾ കണ്ടു, ഗ്ലൂക്കോസ് മോളിക്യൂൾ കണ്ടു, അതുപോലെ തന്നെ വാട്ടർ മോളിക്യൂളും കണ്ടു. അതെ, അതിലൊക്കെ എന്താണ് നമ്മൾ കണ്ടത്? ഓരോ മോളിക്യൂളും എങ്ങനെ ഉണ്ടായിരിക്കണേ? ഒരുപാട് ആറ്റങ്ങൾ കൂടിച്ചേർന്ന്. ആറ്റങ്ങൾ എങ്ങനെ കൂടിച്ചേർന്നു? ഒരു പ്രത്യേകതരം അളവിൽ കൂടിച്ചേർന്നിട്ടാണ് ഓരോ മോളിക്യൂളുകളും ഉണ്ടാവുന്നത്. ഓക്കെ, അത് മനസ്സിലായില്ലേ? ഓക്കെ, അടുത്ത സെന്റൻസിൽ പറയുന്നത് എന്താണ് മോളിക്യൂൾസ് എന്നാണ്. നമ്മളിപ്പോൾ മോളിക്യൂൾസിനെ കണ്ടില്ലേ? നമ്മൾ വാട്ടർ മോളിക്യൂളിനെ കണ്ടു, ഷുഗർ മോളിക്യൂളിനെ കണ്ടു, ഗ്ലൂക്കോസ് മോളിക്യൂളിനെ കണ്ടു. അപ്പം എങ്ങനെയാണ് മോളിക്യൂൾ ഉണ്ടാവുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ആറ്റങ്ങളൊക്കെ കൂടിച്ചേർന്നാണ് അല്ലേ? ഒരു പ്രത്യേക നമ്മൾ വാട്ടർ മോളിക്യൂൾ നോക്കിയേ. വാട്ടർ മോളിക്യൂളിൽ 2 ഹൈഡ്രജനും 1 ഓക്സിജനും കൂടിച്ചേർന്നപ്പോഴാണ് നമ്മൾ പറഞ്ഞത് അതെന്താണ്? അതൊരു വാട്ടർ മോളിക്യൂൾ ആണ് എന്ന് ഞാൻ പറഞ്ഞു അല്ലേ? അതെ, അതിന് ഈ 3 ആറ്റങ്ങളും കൂടിച്ചേർന്നപ്പം ആ വെള്ളത്തിന് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുന്നുണ്ട്. അതിന് ഒറ്റയ്ക്ക് നിലനിൽക്കാൻ പറ്റുന്നത് കൊണ്ട് നമ്മൾ അതിനൊരു മോളിക്യൂൾ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ആ വാട്ടർ മോളിക്യൂളിൽ 2 ഹൈഡ്രജൻ മാത്രമായിരുന്നെങ്കിൽ അതിനെ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുമോ? ഒറ്റയ്ക്ക് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അത് വാട്ടർ എന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? അത് വെറും ഹൈഡ്രജൻ മാത്രമേ ആവുള്ളൂ, അത് വാട്ടർ ആവില്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം? അത് വാട്ടർ മോളിക്യൂൾ ആവണമെങ്കിൽ അതിലെന്തൊക്കെ വേണം? 2 ഹൈഡ്രജനും 1 ഓക്സിജനും എന്തായാലും വേണം. എന്നാൽ മാത്രമേ അതൊരു വെള്ളത്തിൻ്റെ മോളിക്യൂൾ ആവുള്ളൂ. ക്ലിയർ ആണോ? ഓക്കെ, അതുപോലെ തന്നെ ആ ഒരു സംഭവം വെള്ളത്തിൻ്റെതായ എല്ലാ പ്രത്യേകതകളും സ്വഭാവങ്ങളും കാണിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ അതിനെ വാട്ടർ മോളിക്യൂൾ എന്ന് വിളിക്കുള്ളൂ. ഫോർ എക്സാമ്പിൾ ഷുഗറിൻ്റെതായിട്ടുള്ള എല്ലാ സ്വഭാവങ്ങളും പ്രത്യേകതകളും എല്ലാം കാണിച്ചാൽ മാത്രമേ അതിനെ നമ്മൾ ഷുഗർ എന്ന് വിളിക്കുള്ളൂ. അതാണ് അവിടെ പറയുന്നത്. എന്താണ് മോളിക്യൂളുകൾ?
മോളിക്യൂളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോളിക്യൂൾസ് ആർ പാർട്ടിക്കിൾസ് വിച്ച് ഷോ, അതെന്താ കാണിക്കുന്നത്, ആ സാധനത്തിന്റെ എല്ലാ സ്വഭാവങ്ങളും, ദാറ്റ് ഷോ ഓൾ ദ പ്രോപ്പർട്ടീസ് ഓഫ് ദി സബ്സ്റ്റൻസ്, ആ ഒരു സബ്സ്റ്റൻസിന്റെ എല്ലാ പ്രോപ്പർട്ടീസും എല്ലാ സ്വഭാവങ്ങളും കാണിക്കും വേണം. അതുപോലെ തന്നെ അതിന് സ്വന്തമായി ഒരു നിലനിൽപ്പും വേണം, ഒരു ഫ്രീ എക്സിസ്റ്റൻസും ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമ്മൾ അതിനെ എന്ത് വിളിക്കുള്ളൂ, മോളിക്യൂൾ എന്ന് വിളിക്കുള്ളൂ. ക്ലിയർ ആണോ? അപ്പം മോളിക്യൂൾ, വാട്ടർ മോളിക്യൂൾ ആവണമെങ്കിൽ അതിനൊരു സ്വന്തമായിട്ടുള്ള നിലനിൽപ്പും വേണം, അതിനെ വാട്ടറിൻ്റെതായിട്ടുള്ള എല്ലാ പ്രോപ്പർട്ടികളും കാണിക്കണം. അതിനെയാണ് നമ്മൾ മോളിക്യൂൾ എന്ന് പറയാം. അപ്പം അതാണ് നമ്മൾ സെക്കൻഡ് സെന്റൻസിൽ പഠിച്ചത്. അപ്പം മൂന്നാമത്തത് ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുകയാണ്, ഹൗ ഡു മോളിക്യൂൾസ് ഡിഫർ, മോളിക്യൂൾസ് ഓഫ് ഡിഫറെൻറ്റ് സബ്സ്റ്റൻസസ് ഡിഫർ. അപ്പം എങ്ങനെയാണ്, ഇപ്പം നമുക്കറിയാം നമ്മുടെ ചുറ്റും ഒരുപാട് സംഭവങ്ങളും സാധനങ്ങളും ഉണ്ടല്ലേ. അപ്പോൾ നിങ്ങളുടെ മുൻപിലിരിക്കുന്ന ഓരോ സാധനങ്ങളും എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്, ആറ്റങ്ങൾ കൊണ്ടാണ്. കുറേ ആറ്റങ്ങൾ കൂടിച്ചേർന്ന് എന്താവും, അത് മോളിക്യൂൾ ആവും. അപ്പം നിങ്ങളുടെ മുൻപിലിരിക്കുന്ന ഫോർ എക്സാമ്പിൾ ഈ പാൻ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്, ഒരുപാട് ആറ്റങ്ങളും അങ്ങനെ ആറ്റങ്ങൾ കൂടിച്ചേർന്ന് ഒരുപാട് മോളിക്യൂൾസും കൂടിച്ചേർന്നിട്ടാണ്. ഈ ബുക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെയാണ്. ഓക്കെ, അപ്പം എങ്ങനെയാണ് ഓരോ വസ്തുക്കളുടെയും, ഫോർ എക്സാമ്പിൾ ഈ പേന ഉണ്ടാക്കിയിരിക്കുന്ന മോളിക്യൂൾ അല്ലല്ലോ ഈ ബുക്ക് ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം അതെങ്ങനെയാണ് മാറുന്നത്, ഓരോ മോളിക്യൂൾസും എങ്ങനെയാണ് വ്യത്യസ്തരാകുന്നത് എന്നാണ് നമ്മോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ ആയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ 2 പോയിന്റ്സ് ആണ് പറയുന്നത്, നമുക്ക് വായിക്കാം. ഒന്നാമത്തെ പോയിന്റിൽ പറയുന്നത് എന്താണ്, ഓരോ മോളിക്യൂൾസിലും നമ്മൾ നേരത്തെ കണ്ടില്ലേ, ഞാൻ ആ ബോക്സിൽ നമ്മൾ 2 കാര്യങ്ങൾ പറഞ്ഞു അല്ലേ. നമ്മൾ ഷുഗറും പഠിച്ചു, ഗ്ലൂക്കോസും പഠിച്ചു. ആ ഷുഗറിലും ഗ്ലൂക്കോസിലും കണ്ട ഘടകങ്ങളെല്ലാം ഒന്നായിരുന്നു. ഷുഗറിലും കാർബൺ ഉണ്ടായിരുന്നു, ഹൈഡ്രജൻ ഉണ്ടായിരുന്നു, ഓക്സിജൻ ഉണ്ടായിരുന്നു. നമ്മൾ കണ്ട ഗ്ലൂക്കോസിലും കാർബൺ ഉണ്ടായിരുന്നു, ഹൈഡ്രജൻ ഉണ്ടായിരുന്നു, ഓക്സിജൻ ഉണ്ടായിരുന്നു. പക്ഷേ ഷുഗറും ഗ്ലൂക്കോസും ഒന്നായിരുന്നോ? അല്ല. എന്തുകൊണ്ടാ? ഷുഗറിൽ ഉണ്ടായിരുന്ന അളവിലല്ല, കാർബണിന്റെ അളവിലല്ല നമ്മുടെ ഗ്ലൂക്കോസ് ഉണ്ടായിരുന്നത്. ഷുഗറിലുള്ള ഹൈഡ്രജന്റെ അളവല്ല നമ്മൾ പഠിച്ച ഗ്ലൂക്കോസിൽ ഉണ്ടായിരുന്ന ഹൈഡ്രജന്റെ അളവ്. ഷുഗറിലുണ്ടായിരുന്ന ഓക്സിജന്റെ അളവല്ല നമ്മൾ പഠിച്ച ഗ്ലൂക്കോസിന്റെ ഓക്സിജന്റെ അളവ്. അതുകൊണ്ടാണ് അവർ തമ്മിൽ ഡിഫറെന്റ് ആയിരിക്കുന്നത്. അപ്പൊ ഇതിൽ തന്നെ ഞാൻ 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്നാമത്തത് അതിലടങ്ങിയിരിക്കുന്ന ഓരോ എലമെന്റിന്റെ വ്യത്യാസം. ഫോർ എക്സാമ്പിൾ ഹൈഡ്രജൻ, കാർബൺ എന്നൊക്കെ പറയില്ലേ, ആ ഹൈഡ്രജനും കാർബൺ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മാറിയിട്ടുണ്ടെങ്കിലും ആ മോളിക്യൂള് മാറാം. അല്ലെങ്കിൽ എന്താവണം, ഇനിയിപ്പോൾ അത് സെയിം ആണെങ്കിൽ അതിന്റെ അളവിൽ വ്യത്യാസം വരണം. അളവിന് എന്താ നമ്മൾ ഇംഗ്ലീഷിൽ പറയാ, റേഷ്യോ അല്ലെ. അതിന്റെ റേഷ്യോ വ്യത്യാസം വരണം. അപ്പൊ ഈ 2 പോയിന്റ് പഠിച്ചാൽ മതി. ഒന്നാമത്തെ പോയിന്റ് ദി കോൺസ്റ്റിറ്റ്യൂവന്റ് എലമെന്റ്സ്. കോൺസ്റ്റിറ്റ്യൂവന്റ് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചില്ലേ, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ അങ്ങനെയൊക്കെയുള്ള എലമെന്റുകൾ വ്യത്യാസം വന്നാൽ ഓക്കെ അതെന്താണ്, മോളിക്യൂൾസ് വ്യത്യാസം വരും. അപ്പൊ ദി കോൺസ്റ്റിറ്റ്യൂവന്റ് എലമെന്റ്സ് ഓഫ് ദി മോളിക്യൂൾസ്, അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തത് ആ ആറ്റം, ആ കോൺസ്റ്റിറ്റ്യൂവന്റ് ആറ്റംസ്, ഓരോ ആറ്റങ്ങളുടെയും റേഷ്യോയിൽ ഉണ്ടാവുന്ന നമ്പറിന്റെ റേഷ്യോ ഓക്കെ അത് വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഓരോ മോളിക്യൂളുകളും ഡിഫറെൻ്റ് ആണ് എന്ന് പറയാൻ പറ്റും. നിങ്ങൾക്ക് മനസ്സിലായോ? യെസ്. ഇനി നമ്മൾ പഠിക്കുന്നതേ, ഇനി ഇതുകൂടി ഞാൻ പറയുള്ളൂ കേട്ടോ, കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ കൊല്ലം പഠിച്ചത് തന്നെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി നോക്കിയേ. നമുക്ക് ഓൾറെഡി അറിയാം ഒരു മോളിക്യൂൾ ഉണ്ടാവണമെങ്കിൽ ആറ്റങ്ങൾ കൂടി ചേരണം. ഒരു ആറ്റം ഉണ്ടാവണമെങ്കിലോ, ഒരു ആറ്റം ഉണ്ടാവണമെങ്കിൽ ആറ്റത്തിൽ 3 സംഭവങ്ങളുണ്ട്. ഇപ്പം നിങ്ങൾക്ക് അതേ പഠിക്കണ്ടോ, വലിയ ക്ലാസ്സിലാകുമ്പോൾ നിങ്ങൾ പഠിക്കും 3 അല്ല അതിനും കൂടുതലുണ്ടെന്ന്. ഓക്കെ, ഇപ്പോൾ നമുക്ക് 3 എണ്ണേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആറ്റം ഉണ്ടായിരിക്കുന്നതും ആറ്റത്തിനേക്കാളും കുഞ്ഞു കുഞ്ഞേ പാർട്ടിക്കിൾസ് വേറെ ഉണ്ട്. എന്താണ്? ദി ആറ്റംസ് കണ്ടെയ്ൻ പാർട്ടിക്കിൾസ് സ്മോളർ ദാൻ ദം. ആറ്റത്തിനേക്കാളും ചെറിയ കുഞ്ഞു കുഞ്ഞേ പാർട്ടിക്കിൾസ് ആറ്റത്തിലും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ഏതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്? 3 എണ്ണാണ്. നമ്മൾ കഴിഞ്ഞെല്ലാം പഠിച്ചതാണ്. ഇങ്ങോട്ട് പറയണം ഏതൊക്കെയാണ്. ഇലക്ട്രോൺ ഉണ്ട്, പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്. ഓക്കെ, ഇലക്ട്രോൺ ഉണ്ട്, പ്രോട്ടോൺ, ന്യൂട്രോൺ.
ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ്? കഴിഞ്ഞ കൊല്ലം പഠിച്ചത് ആലോചിച്ച് നോക്കിയേ. ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജാണ്, പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജാണ്, ന്യൂട്രോണിന് ചാർജ് ഉണ്ടോ? അത് ന്യൂട്രൽ ആണ്. എന്താണ്? ന്യൂട്രൽ ആണ്. അപ്പം നമ്മൾ ഇപ്പോൾ പഠിച്ചിട്ടുള്ള ഈ 3 സംഭവങ്ങളെ ഒരുമിച്ച് പറയുന്ന പേരാണ് എന്ത്? ഇതെവിടെ കൊടുക്കുന്നുണ്ട്? സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്. എന്താണ്? സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്. ദീസ് ആർ നോൺ ആസ് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്. ഏതൊക്കെ? നമ്മുടെ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ എന്താണ് ഇലക്ട്രോൺ, എന്താണ് പ്രോട്ടോൺ, ന്യൂട്രോൺ, അത് ആര് കണ്ടുപിടിച്ചു, എങ്ങനെ കണ്ടുപിടിച്ചു, അതിൻ്റെ പ്രത്യേകതകൾ എന്താണ് എന്നൊക്കെ നമ്മൾ പഠിക്കും. ഓക്കെ, അതാണ് ഈ ചാപ്റ്റർ മൊത്തം നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം ഇതുവരെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യാം. ഞാൻ ഒരാഴ്ചയായിട്ടുള്ള തുടങ്ങിയിട്ട് ഈ ചാനൽ സോഷ്യൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കെമിസ്ട്രി പാപ്പ് തുടങ്ങി. അപ്പോൾ മനസ്സിലായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം, ലൈക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മുടെ ട്യൂഷന് ജോയിൻ ചെയ്താൽ ഇതിൻ്റെ ബാക്കിയൊക്കെ നമ്മൾ നന്നായി പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ നിങ്ങൾക്ക് റേഷ്യോ പറഞ്ഞുതരാൻ പോവാണ്. എന്താണ്? റേഷ്യോ പറഞ്ഞു തരാൻ പോവാണ്. അപ്പോൾ നന്നായി ശ്രദ്ധിച്ചിരിക്കണം, കാരണം എല്ലാവർക്കും മനസ്സിലായിക്കോണമെന്നില്ല. ചിലപ്പോൾ മനസ്സിലാവാത്ത അവസ്ഥ വരും. ഓക്കെ, എന്നാലും ഒന്നുകൂടെ കേട്ട് നോക്ക്, ചിലപ്പോൾ കത്തിയാലോ. ഞാൻ പറയാൻ പോവാണേ. അപ്പോൾ ആദ്യം ഞാൻ പറയുമ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള സംഭവം ആദ്യം പറയാം. റേഷ്യോ എന്ന് കേട്ടാൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു അളവ് പറയാണ് നമ്മൾ. എന്താണ് അളവ്? എത്ര ഹൈഡ്രജൻ എടുത്തു, കാർബൺ എടുത്തു എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ? അത് നമ്മൾ നമ്പറിൽ എഴുതാൻ പോവാണ്. എന്താണ്? നമ്പർ ഉപയോഗിച്ച് അതിനെ നമ്പർ മാത്രം എഴുതാൻ പോവാം. ഈ ഹൈഡ്രജൻ, ഓക്സിജൻ അതൊന്നും നമ്മൾ എഴുതില്ല. നമ്മൾ നമ്പർ മാത്രം എഴുതാൻ പോവാണ്. ആദ്യം നമ്മൾ നമ്പർ മാത്രം എഴുതുവേ. 2:1. നമ്മൾ റേഷ്യോ എഴുതുമ്പം ഈ രണ്ടെണ്ണത്തിൻ്റെ ഇടയിൽ ഒരു സംഭവം എഴുതും. ഇതാണ് ഈസ്റ്റു. ഇപ്പം നമ്മൾ ഈസ്റ്റു എന്നല്ല പറയുന്നത്, വെറും 2 എന്നാണ് പറയുക ഈ ഒരു 2 കുത്തിനെ. പക്ഷെ എന്നിരുന്നാൽ കൂടി ഞാൻ ഈസ്റ്റു എന്ന് പറയാണ് കേട്ടോ, എന്നാലും എനിക്കൊരു ഇതുള്ളൂ. ഓക്കെ, 2:1 അങ്ങനെയാണ് നമ്മൾ പറയുക. ഇതെന്താണ്? ഈ ഹൈഡ്രജനും ഓക്സിജനും അതിൻ്റെ സിമ്പിൾ H എന്ന് ഒന്നും നമ്മൾ എഴുതില്ല, വെറുതെ നമ്പർ മാത്രം എഴുതും. ഓക്കെ, അതാണ് റേഷ്യോ. എന്നിപ്പോൾ മനസ്സിലാക്കി നോക്കി. ഞാൻ അടുത്തത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതല്ല റേഷ്യോ എന്ന്. ഓക്കെ, ഞാൻ ഗ്ലൂക്കോസ് എഴുതട്ടെ. ഗ്ലൂക്കോസിൻ്റെ എന്താ? ഗ്ലൂക്കോസിൻ്റെ കെമിക്കൽ ഫോർമുല പറഞ്ഞേ. ഗ്ലൂക്കോസിൻ്റെ കെമിക്കൽ ഫോർമുലയാണ് C6H12O6. ഓക്കെ, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ രീതിയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ എഴുതും? 6:12:6 ഇങ്ങനെയല്ലേ നിങ്ങൾ എടുത്ത് എഴുതുക? അതെ, കാർബണും ഹൈഡ്രജനും ഓക്സിജനും ഒക്കെ ഇല്ലാതെ നമ്മൾ എഴുതി. ഇതിൻ്റെ ഇടയിലൊക്കെ 2 കുത്തിട്ട് നമ്മൾ എഴുതി. പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ. 6 നമ്മൾ ഇതിന് നോക്കി, നമ്പറിനെയൊക്കെ നോക്കിയിട്ടാ. നമ്പറിനൊക്കെ നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ 6ഉം 12ഉം. ഞാൻ 6ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നോക്കിയിട്ടാ. 6ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നോക്കിയപ്പോൾ ഉണ്ട് നമ്മുടെ 1 × 6 6, 2 × 6 12. 6ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 6ഉം വരുന്നുണ്ട് 12ഉം വരുന്നുണ്ട്. അപ്പം എനിക്ക് വെട്ടി ചെറുതാക്കിക്കൂടെ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. എന്തുകൊണ്ട്? 6ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ കൊണ്ട്, 6 കൊണ്ട്. ഓക്കെ, 6 കൊണ്ട് എനിക്കിത് വെട്ടി ചെറുതാക്കിക്കൂടെ എന്ന് എൻ്റെ മനസ്സിൽ തോന്നി. എന്നാൽ നമുക്ക് വെട്ടി ചെറുതാക്കാം, നോക്കാം. 6ൻ്റെ ടേബിളിൽ 6 എത്ര പ്രാവശ്യം വരുന്നത്? 6ൻ്റെ ടേബിളിൽ 6 എത്ര പ്രാവശ്യം? ഒരു പ്രാവശ്യം. 6 × 1 ആണ് 6. 12 എത്ര പ്രാവശ്യം? 6ൻ്റെ ടേബിളിൽ 12 എത്ര പ്രാവശ്യം? 6 × 2 അല്ലേ 12. അപ്പം എത്ര പ്രാവശ്യം? 2 പ്രാവശ്യം. 6 × 2 ആണ്. 6ൻ്റെ ടേബിളിൽ 6 എത്ര പ്രാവശ്യം? മോശം. 6ൻ്റെ ടേബിളിൽ 6 എത്ര പ്രാവശ്യം? ഒരു പ്രാവശ്യം. 6 × 1 ആണ് 6. അപ്പം എനിക്ക് ചെറുതാക്കി, ഞാൻ ആ റേഷ്യോനെ, ഞാൻ ഈ അളവിനെ ചെറുതാക്കി എഴുതി. കണ്ട, 1:2:1. നമ്മുടെ ശരിക്കുള്ള ആൻസർ ഇതാണ്. 1:2:1. മനസ്സിലായോ? ഓക്കെ, മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ കേൾക്കുക. ഓക്കെ, അടുത്തതാണ് നമ്മുടെ ഷുഗർ. ഞാൻ ഷുഗറിനെ പറ്റി പറയാൻ പോവാണ്. ഷുഗറിൻ്റെ കെമിക്കൽ ഫോർമുല ഞാൻ ഓൾറെഡി പറഞ്ഞു. എന്താണ് പറയൂ?
12H22O11. പഠിക്കണേ, ഞാൻ പഠിച്ചാൽ പോരാ, നിങ്ങൾ തന്നെ പഠിക്കണം, വീഡിയോ കണ്ടിരുന്നിട്ട് കാര്യമില്ല. C12H22O11. ഇതാണ് നമ്മുടെ ഷുഗറിൻ്റെ ഫോർമുല. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ രീതിക്ക് നിങ്ങൾ എന്ത് ചെയ്യും? ഇതിനെല്ലാത്തിനെയും എടുത്ത് ഇവിടെ എഴുതും. 12:22:11. അപ്പം ഞാൻ ഒന്നുകൂടെ എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി. 12ൻ്റെ ടേബിൾ ഞാൻ നോക്കിയിട്ട് ആദ്യം 12ൻ്റെ ടേബിൾ നോക്കി. 12ൻ്റെ ടേബിൾ നോക്കിയപ്പോൾ 12 ഉണ്ട്. പിന്നെ 12ൻ്റെ ടേബിൾ നോക്കി 12 ഇല്ലാതിരിക്കുമോ? ഇല്ല. 12ൻ്റെ ടേബിളിൽ പക്ഷേ 22 ഇല്ല, 11ഉം ഇല്ല. അപ്പം എനിക്ക് മനസ്സിലായി, വെട്ടിച്ചെറുതാക്കാൻ പറ്റുമോ? ഇല്ല. ഞാൻ 12ൻ്റെ ടേബിളാണ് നോക്കുന്നതെങ്കിൽ ഇതെല്ലാം 12ൻ്റെ ടേബിളിൽ വരണം. നേരത്തെ നമ്മൾ 6ൻ്റെ ടേബിളാണ് നോക്കിയത്. 6ൻ്റെ ടേബിൾ നോക്കിയപ്പോൾ ഇതെല്ലാം 6ൻ്റെ ടേബിളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ വെട്ടിക്കളഞ്ഞത്. 12ൻ്റെ ടേബിൾ നോക്കിയപ്പോൾ 12ൻ്റെ ടേബിളിൽ അത് ഇല്ല. അപ്പോൾ നമുക്കത് വെട്ടാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ 22ൻ്റെ ടേബിൾ നോക്കി. 22ൻ്റെ ടേബിളിൽ അത് 12ഉം 11ഉം വരുമോ? 22 × 1 22 ആ. അപ്പം അതിനും താഴെയുള്ള 12ഉം 11ഒക്കെ വെട്ടി പോവോ? 22ൻ്റെ ടേബിളിൽ വരുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. 22ൻ്റെ ടേബിളിൽ ആദ്യം വരുന്നത് 22 ആ. അതിൻ്റെ താഴെയുള്ള സംഖ്യകൾ എങ്ങനെ ആ ടേബിളിൽ വരാൻ പോണേ? അപ്പം നമുക്ക് എന്തായാലും അത് വെട്ടാൻ പറ്റില്ല. 11ൻ്റെ ടേബിൾ നോക്കി. 11ൻ്റെ ടേബിൾ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി 1 × 11 11. ഓക്കെ, അത് വെട്ടിപ്പോവും. 2 × 11 22. അപ്പം അതും വെട്ടിപ്പോവും. പക്ഷെ 12 ഉണ്ടോ? 11ൻ്റെ ടേബിളിൽ ഇല്ല, 12 ഇല്ല. അപ്പം അതും വെട്ടിപ്പോവില്ല. 11 ടേബിളും വെച്ചിട്ടും ഇത് വെട്ടിപ്പോവില്ല. അപ്പം എനിക്ക് മനസ്സിലായി ഈ സംഖ്യ വെട്ടിപ്പോവാൻ ബുദ്ധിമുട്ടാണ്, വെട്ടിപ്പോവില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് മനസ്സിലായി ഇത് തന്നെയാണ് എൻ്റെ റേഷ്യോ. എന്താണ്? 12:22:11. അത് വെട്ടിച്ചെറുതാക്കണ്ട, അത് തന്നെയാണ് എൻ്റെ റേഷ്യോ. അതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അവർ ആ ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. ഷുഗറിൻ്റെ റേഷ്യോ 12:22:11. ഗ്ലൂക്കോസിൻ്റെ റേഷ്യോ 1:2:1. നമ്മൾ കണ്ടുപിടിച്ചിട്ട് എങ്ങനെയാണ്? ഓക്കെ. വാട്ടറിൻ്റെ റേഷ്യോ 2:1. ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പം എല്ലാവർക്കും മനസ്സിലായിക്കോണമെന്നില്ല എന്നെനിക്കറിയാം. പക്ഷെ എന്നിരുന്നാൽ കൂടി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. നിങ്ങൾ 9ാം ക്ലാസ്സാണ്, ബേസിക് സംശയങ്ങളൊന്നും ചോദിക്കില്ലേ. ടേബിളൊക്കെ നന്നായി പഠിച്ചിട്ട് നോക്കി നോക്കുക. ഞാൻ നന്നായി ബേസ് ലെവലിലാണ് പറഞ്ഞു തന്നത്. ഇപ്പോൾ നിങ്ങൾ കുഞ്ഞേ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ പറഞ്ഞു കൊടുക്കുക. നിങ്ങളിപ്പോൾ എത്രാം ക്ലാസ്സിലാണ്? സ്വയം ആലോചിക്കണം, നല്ലതാണ്. നന്നായി ടേബിൾ പഠിക്കുക, ഡിവിഷൻ പഠിക്കുക. എന്നിട്ട് ഇത് ഒന്നുകൂടെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എന്തോരം ചെറിയ കാര്യം ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഓക്കെ, ടാറ്റാ.